അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. തഖ്വ ഉണ്ടാകാനും അവസാനം ഈമാൻ കിട്ടി മരിക്കാനും ആരോഗ്യത്തിനും ആഫിയത്തിനും ദീർഘായുസ്സിനും ബറക്കത്തിനും എല്ലാ ഖൈറുകൾക്കും വേണ്ടി മൊത്തത്തിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു നമ്മളൊക്കെ ഇഹലോകവും പരലോകവും വിജയിപ്പിച്ച് തരട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ റമളാൻ മാസത്തിനോട് അടുത്തെത്തിയിരിക്കുകയാണ്. റജബ് മാസം നമ്മളിൽ നിന്ന് പോയി മറഞ്ഞു. ശഅബാൻ മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ നിലകൊണ്ടിരിക്കുന്നത്. വളരെയേറെ പ്രാധാന്യം ഉള്ള, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മാസമാണ് ശഅബാൻ. തൊട്ടടുത്ത് വരുന്നത് റമളാനാണ്. എല്ലാവർക്കും അറിയാം. റമളാൻ മാസം വരുമ്പോഴേക്കും നമ്മൾ എന്താണ് ആ മാസത്തിലേക്ക് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. പണ്ട് കാലത്തൊക്കെ ആളുകൾ റജബ് വരുന്നതിന് മുമ്പ് തന്നെ നോമ്പിന് റെഡിയാകും എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ജോലികളും, വീട് സംബന്ധമായിട്ടുള്ള എല്ലാ ജോലികളും മാറ്റിവെച്ച് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക്. ഇന്ന് നമുക്ക് റജബും കണക്കന്നെ, ശഅബാനും കണക്കന്നെ, റമളാനും കണക്കാം. ആരും ഒന്നിനും പ്രത്യേകതകൾ കൽപ്പിക്കാത്ത രൂപത്തിലാണ് ആളുകളുടെ ജീവിതം. റജബിൽ ഒരുങ്ങണം, ശഅബാനിൽ വീണ്ടും ഒരുങ്ങണം, റമളാനിൽ നമ്മളതെല്ലാം നേടിയെടുക്കണം. സർവ ദോഷങ്ങളെയും കരിച്ചു കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന ഒരു മാസമാണ് റമളാൻ. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഈ മാസത്തിൽ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. നമുക്കൊക്കെ അറിയുന്ന, കേൾക്കുന്ന, കാണുന്ന, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദുആയാണ് നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ എന്ന്. കാരണം അത്രയും നല്ല മാസമായത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. എന്നിട്ട് റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന്. ആ റമളാൻ മാസം മുമ്പ് മരിച്ചു പോവുകയാണെങ്കിലോ? അപ്പോൾ ആ ദുആ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമാണ്. അതുകൊണ്ടാണ് റമളാനിലേക്ക് എത്തിക്കണേ, ബല്ലിഗ്നാ റമളാൻ എന്ന് നമ്മളോട് പറയാൻ പറഞ്ഞത്. ആ റമളാനിലേക്ക് എത്തിക്കുകയും റമളാൻ മാസത്തിനെ സ്വീകരിക്കുകയും തഹജ്ജുദ് നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും സുബ്ഹി നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും അങ്ങനെ ഓരോരോ ഫർളുകളും സുന്നത്തുകളുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് കൂലിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒന്നിന് 70. ഖുർആനിൽ നിന്നൊരു ഹർഫ് ഓതിയാൽ 70 കൂലിയാണ്. അപ്പോൾ നമ്മളൊക്കെ എത്ര ഓതുന്നുണ്ട് നോക്കുക. അപ്പോൾ എത്ര കൂലി നമുക്ക് കിട്ടും? കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സ് നന്നാവണം, നമുക്ക് തഖ്വ വേണം, നിയ്യത്ത് നന്നാവണം, ദോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം, തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് ഖേദിച്ച് മടങ്ങണം, അങ്ങനെ തൗബ ചെയ്യണം. എല്ലാ കാര്യങ്ങളും തൗബക്കെന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ റമളാൻ മാസം 27 ചെയ്യും, ചിലർ റമളാൻ മാസം ഫസ്റ്റിൽ ചെയ്യും. എന്നാൽ അങ്ങനെയല്ല. റജബ് വരുമ്പോഴേക്ക് തന്നെ തൗബ ചെയ്ത് മടങ്ങി നമ്മുടെ കുറ്റങ്ങളൊക്കെ പൊറുപ്പിച്ച് റജബിനും ശഅബാനും റമളാനായിട്ട് ഒരുങ്ങണം എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. എന്ത്? ഈ ശഅബാൻ മാസം തീരാൻ പോവാണ്. ശഅബാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ആ ദുആ പറ്റൂല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അപ്പോൾ നമുക്ക് കിട്ടാനുള്ളിടത്തോളം നമ്മുടെ ബറക്കത്ത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക. അതിനുള്ള ദിവസങ്ങളിലെങ്കിലും 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഈ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.